നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെന്നൈയിൽ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ മെമ്മോറിയൽ കാണാനാണ് വന്നിരിക്കുന്നത്. കരുണാനിധിയെ അടക്കം ചെയ്ത സ്ഥലമാണിത്. ഈ സ്ഥലം മറീന ബീച്ചിൻ്റെ തൊട്ട് അടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കരുണാനിധി മെമ്മോറിയൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കരുണാനിധി മെമ്മോറിയലിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളിലേക്കും എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ ഉള്ളത് മറീന ബീച്ചിന് അടുത്തുള്ള കരുണാനിധിയുടെ മെമ്മോറിയലിന് മുന്നിലാണ്. അങ്ങോട്ട് പോകേണ്ട ആ ഗേറ്റാണ് മുമ്പിൽ നമ്മൾ കാണുന്നത്. കരുണാനിധി അതുപോലെ തന്നെ DMKയുടെ സ്ഥാപകനായിട്ടുള്ള അണ്ണാദുരയും ഈ ഗേറ്റിന് അപ്പുറത്താണ് സംസ്കരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പതുക്കെ കടന്നു പോവാം. ഗേറ്റ് കടക്കുമ്പോൾ ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. അതിഗംഭീരമായി നവീകരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് ഈ അടുത്ത കാലത്ത് ഈ കരുണാനിധിയുടെ സ്മാരകവും അതുപോലെ തന്നെ അണ്ണാദുരയെ സംസ്കരിച്ച സ്ഥലവുമൊക്കെ വളരെ ഗംഭീരമായി തന്നെ ഇപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെന്ന സമയമെന്ന് പറയുന്നത് രാവിലെ ഒരു 11:30 അധികം ആളുകളുടെ കാഴ്ചകളൊന്നും ഇവിടെ കാണുന്നില്ല. പരിസരമൊക്കെ അതിഗംഭീരമായി സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഓരോ മറ്റ് സ്മാരക മന്ദിരങ്ങൾ പോലുള്ള കാഴ്ചകളും ഇവിടെ കാണാം. കുറച്ചുപേർ എനിക്ക് മുന്നിലായി തന്നെ നടക്കുന്നുണ്ട്. 1924 കരുണാനിധി ജനിച്ചത്. തമിഴ്നാടിന്റെ 5 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് കരുണാനിധി. ഇപ്പോഴുള്ള MK സ്റ്റാലിന്റെ പിതാവ് കൂടിയാണ് കരുണാനിധി. കരുണാനിധിയുടെ സ്മാരകത്തിലേക്ക് എത്തുന്നതിന് മുമ്പായി ഒരു കാഴ്ച എന്ന് പറയുന്നത് അണ്ണാദുരൈയുടെ ശവകുടീരമാണ്. DMKയുടെ സ്ഥാപകനായ നേതാവാണ് പ്രസിദ്ധനായ അണ്ണാദുരൈ. ആ കറുത്ത ശിലയുടെ ചേർന്ന് കാണുന്ന ശവകുടീരമാണ് അണ്ണാദുരൈയുടെ ശവകുടീരം. അപ്പോൾ അതിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അണ്ണാദുരൈയുടെ സ്മാരകം. അണ്ണാദുരൈയുടെ ശവകുടീരവുമെല്ലാം കടന്നിട്ട് വേണം നമുക്ക് പിന്നീട് കരുണാനിധിയുടെ ശവകുടീരത്തിന് അടുത്തേക്ക് പോവാൻ. പരിസരമെല്ലാം തന്നെ അതിഗംഭീരമായി സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്ന കാഴ്ച. അങ്ങനെ ഞാൻ ഈ അണ്ണാദുരൈയുടെ ശവകുടീരത്തിന്റെ കുറച്ച് വീഡിയോകളും കാഴ്ചകളുമൊക്കെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വേണം കരുണാനിധിയുടെ സ്മാരകത്തിന് ശവകുടീരത്തിന് അടുത്തേക്ക് പോവാൻ. വെളുത്ത മാർബിളിൽ തീർത്ത അതിഗംഭീരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണുന്നത്. ഇനി കാണാൻ പോകുന്നത് കരുണാനിധിയുടെ മെമ്മോറിയലാണ്. അപ്പോൾ അതിന് സമീപത്തായിട്ടുള്ള വിചിത്രമായ ചില നിർമ്മിതികൾ നമുക്ക് ആദ്യം കാണാം. വലിയ വളയങ്ങൾ പോലെ ഉള്ള ഒരു ഗംഭീരമായ നിർമ്മിതി, അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നിരവധി ബോർഡുകൾ വെച്ചിരിക്കുന്നത് കാണാം. പല മഹാന്മാരുടെയും വാചകങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇത് ഏതായാലും ഗംഭീരമായ ഒരു കാഴ്ചയാണ്. മുഴുവൻ വെളുത്ത മാർബിൾ തീർത്ത അതിമനോഹരമായ കാഴ്ച. ഈ കാണുന്നതാണ് കരുണാനിധിയുടെ ശവസംസ്കാരം നടന്ന സ്ഥലം. അപ്പോൾ അതിന്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് ക്യാമറയിൽ പകർത്തുകയാണ്. വീണ്ടും ആ വിചിത്രമായ നിർമ്മിതിയുടെ അടിയിൽ കൂടെ നടക്കുകയാണ്. DMKയുടെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി മരണപ്പെട്ടത് 2018 ഓഗസ്റ്റ് 7 അന്ന് അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു. നിരവധി സിനിമകൾക്ക് കഥയും തിരക്കഥയും എഴുതിയ ആളാണ് കരുണാനിധി. കരുണാനിധിക്ക് 3 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. പത്മാവതി, ദയാലു, രാജാത്തി എന്നിവയൊക്കെയായിരുന്നു അവരുടെ പേരുകൾ. അപ്പോൾ
ഈ കരുണാനിധി മെമ്മോറിയലിന്റെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നീങ്ങുകയാണ്. ഏതായാലും ഗംഭീരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തന്നെയാണ് ഇവിടുത്തെ മെമ്മോറിയൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. നാഗപട്ടണം ജില്ലയിലെ തിരുവാരൂരിനടുത്ത് തിരുക്കൊണ്ണവളയിൽ മുത്തുവേലൂരുടെയും അഞ്ജന അമ്മയാരുടെയും മകനായിട്ടാണ് കരുണാനിധിയുടെ ജനനം. ചെറുപ്പത്തിൽ ദക്ഷിണാമൂർത്തി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അങ്ങനെ കരുണാനിധിയുടെ മെമ്മോറിയലിന്റെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇനി അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലത്തേക്ക് പോകാം. കരുണാനിധിയുടെ ശവകുടീരത്തിന് അടുത്തേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും ഇവിടെ കാണാം. കൂടാതെ പുറകിലായി DMKയുടെ ചിഹ്നമായ ഉദയസൂര്യന്റെ ശൈലിയിലാണ് കരുണാനിധിയുടെ ശവകുടീരത്തിന്റെ ഭാഗം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ കലൈഞ്ചറുടെ, ഒരു കാലത്ത് തമിഴ്നാട് രാഷ്ട്രീയം സിനിമാ മേഖലകൾ അടക്കി വാണിരുന്ന കലൈഞ്ചർ കരുണാനിധിയുടെ ശവകുടീരത്തിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. ദൂരെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കറുത്ത കണ്ണട ധരിച്ച മുഖം ആലേഖനം ചെയ്ത ഒരു ഭാഗം കാണാം. കരുണാനിധിയുടെ പ്രത്യേകമായ ഒരു കാഴ്ചയാണത്. അദ്ദേഹത്തിന്റെ ആ ചിത്രം ആലേഖനം ചെയ്ത ഭിത്തി അടുത്തു തന്നെയാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്ത സ്ഥലവും. അപ്പോ ഇനി നമ്മൾ മുത്തുവേൽ കരുണാനിധിയെ അടക്കം ചെയ്തതിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന്റെ ശവകുടീരം 94 വയസ്സിലായിരുന്നു അദ്ദേഹത്തിന് അന്ത്യമുണ്ടായത്. ഈ കാണുന്നതാണ് കലൈഞ്ചറുടെ ശവകുടീരം. അദ്ദേഹത്തിന്റെ ശവകുടീരത്തിന് മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അതിന്റെ കാഴ്ചകൾ പകർത്തുകയാണ്. ഇപ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ളത് കരുണാനിധിയുടെ മകനായ MK സ്റ്റാലിനാണ്. ഗംഭീരമായ ഒരു കാഴ്ച തന്നെയാണ് കരുണാനിധിയുടെ ഈ മെമ്മോറിയൽ. അദ്ദേഹത്തിന് 6-7ഓളം മക്കൾ ഉണ്ടായിട്ടുണ്ട്, 3 ഭാര്യമാരിലായി. അപ്പോ കരുണാനിധിയുടെ ശവകുടീരത്തിന്റെ കാഴ്ചകൾ ഞാൻ ചുറ്റുമായി നടന്ന് ഒന്ന് പകർത്തുകയാണ്. അധികം കാഴ്ചക്കാരൊന്നും ഇവിടെ ഈ സമയത്തില്ല, കാരണം ഉച്ചയോട് അടുത്ത സമയമായതുകൊണ്ട് ആളുകൾ കുറവാണ്. മറീന ബീച്ചിലെ ജയലളിത സ്മാരകത്തിന് തൊട്ടടുത്തായി തന്നെയാണ് കരുണാനിധിയുടെയും സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. രണ്ടും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു മതിൽക്കെട്ടിന്റെ വേർതിരിവ് മാത്രം. അപ്പോ കലൈഞ്ചർ കരുണാനിധിയുടെ ശവകുടീരത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പതുക്കെ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് തമിഴ്നാടിന്റെ പല പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്നിട്ടുള്ള കരുണാനിധിയുടെ, അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പിതാവായ കരുണാനിധിയെ സംസ്കരിച്ച സ്ഥലത്തിന്റെ കാഴ്ചകളാണ് കരുണാനിധി മെമ്മോറിയൽ. അപ്പോൾ ഇതിന്റെ കാഴ്ചകളും അതിനോടൊപ്പം പറഞ്ഞ കുറച്ച് വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.